ഫലമ്മ ബലഗ മജ്മഅ ബൈനഹിമ. അല്ലാഹു തആല പറഞ്ഞു മൂസ നബിയെ, കഥ ഇതിന്റെ ചരിത്രം പറയാം. മൂസ നബിയെ, അങ്ങയേക്കാളും അറിവുള്ള ഒരാൾ ഇന്ന് അള്ളാഹുവിന്റെ ഭൂമിയിലുണ്ട്. എന്റെ ഒരു ദാസനുണ്ട്. ആ ദാസന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി പഠിക്കുക. നിങ്ങൾ പോവേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കൊട്ടയിൽ മത്സ്യം ഉപ്പുവെച്ച, അതായത് വേവിച്ചെടുത്ത മത്സ്യം, നിങ്ങൾക്ക് ഭക്ഷണമായി കഴിക്കാൻ പറ്റുന്ന മത്സ്യം നിങ്ങൾ ഒരു കൊട്ടയിൽ കൊണ്ടുപോവുക. മിക്തൽ എന്നാണ് പറയാ. കാസർഗോഡിന് കൊട്ട എന്ന് പറഞ്ഞാൽ ഈ കീശിനാ കൊട്ട എന്ന് പറയാ. നമ്മുടെ കീസില്ലേ ലുലു എന്നൊക്കെ പറഞ്ഞേ അല്ലേ, അതിന് കൊട്ട എന്ന് പറയും. എനിക്ക് ആദ്യം അത്ഭുതപ്പെട്ടു, റബ്ബേ എന്ത് കൊട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ മീനെ കൊണ്ടുപോകണ കൊട്ടയല്ലേ എന്ന് വിചാരിക്കും. മലപ്പുറത്തേരെ കൊട്ട എന്ന് പറഞ്ഞാൽ അതാ വിചാരിക്കുക. അപ്പോ ശരിക്ക് മലപ്പുറത്തെ കൊട്ടയട്ടോ, കാസർഗോഡത്തെ കൊട്ടയല്ല. കാസർഗോഡ് കൊട്ടയൊക്കെ തൂക്കി പിടിച്ചാൽ കൊണ്ടുപോവാ. എന്ത് ഒരു ബാസ്ക്കറ്റിലായിട്ട് കൊണ്ടുപോകണം. അതിൽ മത്സ്യമുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണമാണ്. നിങ്ങൾ മജ്മഅൽ ബഹ്റൈൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ആ കടലിന്റെ വക്കിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ ഈ കൊട്ടയിൽ നിങ്ങളുടെ ഭക്ഷണമായി നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ജീവനില്ലാത്ത ഈ മത്സ്യത്തിന് ജീവൻ കിട്ടുന്ന ഒരു സ്ഥലം വരും. അതായത് ഈ മത്സ്യം കൊട്ടയിൽ നിന്ന് കടലിലേക്ക് ചാടിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടാവും. മൂസ നബിയെ, അതെവിടെയാണോ നിങ്ങൾ കാണുന്നത് അവിടെ നിങ്ങൾ എന്റെ അടിമയെ അന്വേഷിക്കണം. അവിടെ ഞാൻ പറഞ്ഞ ആളുണ്ടാവും. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് നിങ്ങളൊന്ന് പഠിക്കണം എന്ന് അല്ലാഹു തആല മൂസ നബി അലൈഹി ഇസ്ലാമിനോട് പറയാം. അങ്ങനെ ഇവർ യാത്ര പോകുന്നു. യാത്ര പോയി നമ്മൾ ഈ പറയുന്ന റസ് മുഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു പാറക്കെട്ടുകൾക്ക് അരികത്തേക്ക് എത്തുന്നു. മൂസ നബി അലൈഹി ഇസ്ലാം കൂട്ടുകാരനും പറഞ്ഞു, നമ്മളൊന്ന് റെസ്റ്റ് എടുക്കല്ലേ, കുറച്ചൊന്ന് ഉറങ്ങാം. അങ്ങനെ രണ്ടുപേരൊന്ന് വിശ്രമിച്ചു കഴിഞ്ഞ് സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തന്റെ മൗലയായ യൂഷഅ ബിൻ നൂൻ എന്നവരും അങ്ങനെ യാത്ര. അപ്പൊ ആ ഉറങ്ങുന്ന ഉറക്കിന് വിശ്രമിക്കാനിരുന്ന നേരത്ത് ഈ മത്സ്യം അവിടെ ചാടിയിട്ടുണ്ട് വെള്ളത്തിൽ. അത് പക്ഷേ അദ്ദേഹം മറന്നു. യൂഷഅ ബിൻ നൂൻ എന്നവർ പറയാൻ മറന്നുപോയി. അവർ വീണ്ടും യാത്ര, അല്ലാഹു തആല പോകാൻ വേണ്ടി പറഞ്ഞല്ലേ, കടൽക്കരയിലൂടെ അങ്ങനെ പൊയ്ക്കോളൂ, മജ്മഅൽ ബഹ്റൈൻ വഴി അഖബയുടെ ആ ഒരു റൂട്ടിലൂടെ അങ്ങനെ പൊയ്ക്കോളൂ എന്നാ. അവരെങ്ങനെ കടന്നു പോവുകയാണ്. നമ്മൾ അഖബ കടൽ കണ്ടിരുന്നു നമ്മുടെ ഫലസ്തീൻ ട്രിപ്പില്. അഖബ ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോഴാണ് ഫലസ്തീനിന്റെ ബോർഡർ എത്തുന്ന ഭാഗം, വലത് ഭാഗത്ത് അഖബ കാണാം. ഈജിപ്തിന് അഖബ ഉൾക്കടലും ബോർഡറാണ്, സുയസ് ഉൾക്കടലും ബോർഡറാണ്, ചെങ്കടലിന്റെ ഭാഗവും ബോർഡറാണ്. അപ്പോ അത്രയും പ്രവിശാലമായ ഒരു ഏരിയയാണ് ഈജിപ്തിന്റെ ഭാഗം അഖബ. അവിടെ നെഹ്റുൽ ഹയ എന്ന് പറയുന്ന ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു എന്ന് തഫ്സീറിൽ കാണുന്നുണ്ട്. നെഹ്റുൽ ഹയ എന്ന് പറഞ്ഞാൽ സ്വർഗലോകത്തൊരു നെഹ്റുൽ ഹയ ഉണ്ടെന്ന് ഹദീസിലുണ്ട്. നരകവാസികളായ ആളുകളെയൊക്കെ കത്തിക്കരിഞ്ഞ് അവരുടെ ശരീരങ്ങളൊക്കെ ആ വെള്ളത്തിൽ മുക്കിയെടുത്താൽ അവർ സുമുഖന്മാരായിട്ട് മാറും. അങ്ങനെ അവന്റെ സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോവുക. കാരണം ഈമാനുള്ള ആളുകൾ, തിന്മ ചെയ്ത ആളുകൾ മരിച്ചുപോയി, അല്ലാഹു തആല തെറ്റ് പുറത്തു കൊടുത്തില്ല, അവർക്ക് നരകപ്രവേശം ഉണ്ടാവും. എന്നിട്ട് അല്ലാഹു തആല പുറത്തു കൊടുത്താൽ അവരെന്ന് മോചിതരാകുമ്പോൾ ഈ നെഹ്റുൽ ഹയാത്തിൽ കുളിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക, സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ അത് ജീവന്റെ പുഴ എന്നാണ്, ജീവൻ നൽകപ്പെടുന്നത് എന്നാണ്. അപ്പൊ ഈ കൊട്ട വെച്ച ഭാഗത്തായിരുന്നു നെഹ്റുൽ ഹയ എന്ന് പറഞ്ഞൊരു സ്പ്രിംഗ്, അവിടെ വെള്ളം അണപൊട്ടി ഒഴുകുന്ന വരുന്നൊരു സ്ഥലം. ആ വെള്ളത്തിന്റെ ചില റഷാഷ്, അതിന്റെ തുള്ളികൾ തെറിച്ചതുകൊണ്ടാവണം എന്ന് പറയുന്നു. ഈ മത്സ്യം പെട്ടെന്ന് കൊട്ടയിൽ നിന്ന് എങ്ങോട്ട് ചാടി, വെള്ളത്തിലേക്ക് ചാടിപ്പോയി. മൂസ നബി അലൈഹിസ്സലാം കൂട്ടുകാരൻ നടന്നു. അങ്ങനെ അവര് കുറെ ദൂരം നടന്നതിന്റെ ശേഷമാണ് സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്, അവരാ സ്ഥലൊക്കെ കടന്നു കളഞ്ഞപ്പോ ഖാല ലി ഫതാഹ്, തന്റെ പരിചാരകനോട് പറഞ്ഞു, ആതിനാ ഗദാഅന, നമ്മുടെ ഭക്ഷണം എടുക്കിൻ, ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബ, ഈ യാത്രയിൽ നമുക്ക് ക്ഷീണം വന്നല്ലോ, അതുകൊണ്ട് ഭക്ഷണമാവട്ടെ, നമുക്ക് ഭക്ഷണമാവാം എന്ന് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു. അതിലൊരു യാത്രയുടെ മര്യാദ ഉണ്ടെന്നാണ്. മൂസ നബി അലൈഹിസ്സലാം ഭക്ഷണം കിട്ടാതെ വിശന്ന് വേറൊരു രംഗം ചരിത്രത്തിലുണ്ട്. എന്ന് ഫിർഔനിന്റെ അരികത്ത് നിന്ന് മൂസ നബി അലൈഹിസ്സലാം ഓടിയില്ലേ, ഫിർഔന്റെ ബന്ധുവായ ഒരാൾ മൂസ നബി അലൈഹിസ്സലാമിന്റെ കയ്യാലെ ബൈ മിസ്റ്റേക്ക് കൊല്ലപ്പെട്ടു അല്ലേ. ഫഖദ അലൈഹി, മൂസ നബി കൊല്ലാൻ ഉദ്ദേശിച്ചതല്ല, തന്റെ കുടുംബക്കാരനായ ബനു ഇസ്രായേലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഖിബിത്തിക്കാരനായ ഫിർഔന്റെ വംശജനെ തള്ളിയതാണ്. പക്ഷെ ആ ഒരു പുഷിയിൽ മൂസ നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു തള്ളലിൽ അദ്ദേഹം മരിക്കുകയാണ്. അപ്പൊ മൂസ നബി യാത്ര പോകുന്നു. യാത്ര പോയി ഈജിപ്തിൽ നിന്ന് ഫലസ്തീനും കടന്ന് ജോർദാനിന്റെ ഭാഗത്തുകൂടെ കനാൻ വരെ എത്തി. കനാനിലെത്തി, ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ നാട്. കനാനിലെത്തി മൂസ നബി അലൈഹിസ്സലാം ഒരു വൃക്ഷത്തിന്റെ താഴെ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ.
ആ പെൺകുട്ടികളെ സഹായിച്ചു, അവർക്ക് വെള്ളം കുടിപ്പിച്ചു, കിണറൊക്കെ തുറന്നു കൊടുത്തു. അത്ഭുതങ്ങൾ കഴിഞ്ഞ് ഫആവ ഇലാ ഷജറത്തിൻ, ഒരു തണലുള്ള വൃക്ഷത്തിലേക്ക് ഇങ്ങനെ മൂസ നബി അലൈഹി സ്വലാം ഇരിക്കുകയാണ്. അങ്ങനെ സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, പടച്ചവനെ നീ എന്ത് നന്മ എനിക്ക് ഇറക്കി തന്നാലും അതിനൊക്കെ ഞാൻ അർഹനാണ് റബ്ബേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ നിന്റെ ഭാഗത്ത് നന്മ വേണം. നല്ല വിശപ്പുള്ള നേരമാണ്. അങ്ങനെ വിശപ്പുണ്ടായിട്ടും ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ട് അതിനൊരു പകരം എനിക്ക് ഇന്നത് വേണം എന്ന് മൂസ അലൈഹിസ്സലാം ചോദിച്ചില്ല എന്ന്. അങ്ങനെ ഒരു ചോദിക്കാല്ലോ, വിശന്ന ഒരാൾക്ക് ഞാനിത് സഹായിച്ചു തരാം, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് പകരം തരണം, ഒന്നും ചോദിച്ചില്ല. അവരെ സഹായിച്ചു കൊടുത്തു. മൂസ നബി പറഞ്ഞു, പടച്ചവനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണം റബ്ബേ, ഞാൻ നിന്റെ പടപ്പുകൾ ആരോടും ചോദിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് നിന്റെ സഹായം വേണം പടച്ചവനെ. ആ പെണ്ണുങ്ങൾ വന്നിട്ട് മൂസ നബിയെ വിളിച്ചു കൊണ്ടുപോവാൻ, ഷുഐബ് നബിന്റെ മോള് വന്ന് കൊണ്ടുപോവാൻ, എന്റെ ഉപ്പ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സമ്മാനം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചതിന് വീട് വരെ വരണം. മൂസ നബി അലൈഹി സ്വലാം പിന്നാലെ പോകുന്നു. പിന്നാലെ അല്ല, ആ പെണ്ണിനോട് ബാക്കിൽ നടക്കാൻ വേണ്ടി പറഞ്ഞു. മൂസ നബി മുമ്പിൽ നടന്നു. അതൊക്കെ മൂസ നബിയുടെ ജീവിതത്തിലെ വലിയ വലിയ സംഭവങ്ങളാണ്, നമുക്ക് വലിയ മാതൃകയുമാണ്. ഒരു പെണ്ണിന്റെ പിന്നാലെ ഒരു ആണുങ്ങ നടക്കാൻ പാടില്ല എന്ന് മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ മുമ്പിൽ നടക്കാം, വഴി എവിടെയാണ് പിഴക്കുന്നത് നിന്നോട് പറഞ്ഞെന്നാ മതി, ഞാൻ മുമ്പിൽ നടക്കാൻ, നീ പിന്നിൽ വന്നാൽ മതി, അങ്ങനെ പറഞ്ഞു. അതൊരു പെണ്ണിങ്ങനെ ഒരു പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി, അന്യൊരു പെൺകുട്ടി മുമ്പിൽ നടക്കുന്നു, ഒരാണ് ബാക്കിൽ നടക്കുന്നു, അത് ശരിയല്ല എന്ന്, വേഗം ഓവർടേക്ക് ചെയ്തേക്കണം എന്നാ, ആണ് മുമ്പിൽ നടന്നേക്കണം. അപ്പൊ മൂസ നബി അലൈഹി സ്വലാം അങ്ങനെ നടന്നു. അപ്പൊ അതൊക്കെ ഈ പെണ്ണ് ശ്രദ്ധിച്ചു. അങ്ങനെയാണ് പറഞ്ഞത്, ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ, വാപ്പയോട് പറയണ, വാപ്പ നമ്മളൊക്കെ വളരെ കഷ്ടപ്പാടിലല്ലേ, നമുക്ക് സഹായത്തിന് ആരെങ്കിലൊക്കെ വേണമെങ്കിൽ നല്ല സത്യസന്ധനാവണം. ഒന്ന്, വീട്ടിലൊക്കെ ജോലിക്ക് നിർത്തണമെങ്കിൽ ആൾ സത്യസന്ധനാവണം, അള്ളാനെ പേടിക്കുന്ന ആളാവണം, പിന്നെ ആരോഗ്യമുള്ള ആളാവണം, അപ്പോഴെങ്കിലും ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ഈ മൂസ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരിൽ ഞാൻ കാണുന്നു എന്ന് ആ പെണ്ണ് മോള് പറയണ വാപ്പയോട്. അങ്ങനെയാണ് മൂസ നബി അലൈഹി സ്വലാമിനെ അവിടെ ജോലിക്ക് നിർത്തുന്നതും കല്യാണം കഴിച്ചു കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ. ആ തളർന്ന യാത്രയിൽ ഈജിപ്തിൽ നിന്ന് കനാന് വരെയുള്ള ഓട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തായിരിക്കും. നമുക്ക് മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ ഉംറക്ക് നമ്മൾ പോകുന്ന സമയത്ത് മനസ്സിലാവും എത്രയാണ് റബ്ബേ, അള്ളാഹിന്റെ റസൂലൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മരുഭൂമിയൊക്കെ കടന്നിട്ടാണല്ലോ യാത്ര പോയത്. നമുക്ക് വലിയ വിഷമം തോന്നും, എങ്ങനെയായിരിക്കും ആ യാത്ര. മൂസ നബി അലൈഹി സ്വലാമിന്റെ യാത്ര കണ്ടാൽ സുബ്ഹാനല്ലാഹ്, 6-7 മണിക്കൂറൊക്കെ ബസ്സൊക്കെ നോൺ സ്റ്റോപ്പ് ഓടുകയാണ്, എന്നാലും എത്തുന്നില്ല. എന്നാലും നമ്മൾ ഫലസ്തീനിൽ എത്തുന്നുള്ളൂ. അവിടെ നിന്നും ഫലസ്തീനും ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ജോർഡാൻ വഴി, ജോർഡാനിന്റെ അങ്ങ് നോർത്തിലേക്ക് ആ ഭാഗത്തേക്ക് കടക്കണം, അപ്പോഴേ കനാനിലേക്ക് എത്തുക. അത്രയും ദൂരം മൂസ നബി അലൈഹി സ്വലാം യാത്ര ചെയ്യത്തന്നെ മിനിമം 1 മാസമെങ്കിലും എടുത്തിട്ടുണ്ടാവും. ആ ഒരു യാത്രാക്ഷീണം ഉണ്ടായിരിക്കെ എവിടെയും മൂസ നബിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം തരണം എന്നോ, ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും സഹായം വേണമെന്നോ ആരോടും മൂസ നബി അവിടെ ചോദിച്ചിട്ടില്ല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശപ്പിന്റെ പരാതി പറഞ്ഞില്ല എന്നാ. പക്ഷേ കൂടെ ഒരാളുണ്ട് ഇവിടെ, യൂഷഅ ബിൻ നൂൻ. മൂസ നബി ഒറ്റക്കുള്ള യാത്രയാണെങ്കിൽ ഇത് പറയൂല എന്നാ, തന്റെ കൂടെ ഒരാളുണ്ട്. അപ്പോ ചിലർക്ക് ഭക്ഷണം തീരെ വേണ്ടാത്ത ആൾക്കാരുണ്ടോ യാത്രയിൽ, ചിലർക്ക് വണ്ടി കയറിയ വിശക്കണ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വണ്ടി കയറിയ പിന്നെ വിശപ്പ്, പിന്നെ അവർക്ക് ഷവർമ്മ വാങ്ങണം, അത് വാങ്ങണം. വീട്ടിലിരിക്കുമ്പോൾ ഒരു വിശപ്പ് ഉണ്ടാവില്ല. കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ടാവും, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത മക്കളൊക്കെ വണ്ടി കയറിയ അപ്പോൾ അവർക്ക് വിശന്നു. എന്നാലോ എത്ര ആഴ്ചകൾ യാത്ര ചെയ്താലും ഒരു ഭക്ഷണം വേണ്ടാത്ത ആൾക്കാരുണ്ടാവും. എനിക്കിങ്ങ് പോയാൽ മതി, വേറെ ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണോ എന്നതല്ല, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അവസ്ഥ എന്താണ് അത് പരിഗണിക്കണം എന്നാണ്. അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാം ഇവിടെ പറയുന്നത്, ലഖദ് ലഖീന ആതിന ഗദാഅന, നമ്മുടെ ഭക്ഷണം, എനിക്ക് വിശന്നു എന്നല്ല പറയുന്നത്, നമുക്ക് വിശന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ ഭക്ഷണം എടുക്കുന്ന യൂഷഅബ്, നമ്മുടെ ഭക്ഷണം എവിടെ എന്ന് ചോദിക്കുന്നു മൂസ നബി അലൈഹി സ്വലാം. അപ്പൊ കൂടുള്ള ആളുകളെ പരിഗണിക്കണം എന്നാണ്. കൂടുള്ള ഒരാൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് വിശന്നിട്ടുണ്ടോ, ടോയ്ലറ്റ് പോകേണ്ട ആവശ്യമുണ്ടോ, വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, കൂടുള്ള ആളെ പരിഗണിക്കണം എന്നാണ്. നമുക്ക് വേണ്ടെങ്കിലും കുഴപ്പമില്ല, ഒറ്റക്കല്ലേ, ആരോടും പരാതി പറയണ്ട. പക്ഷെ കൂടെ ഒരാളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവരെ പരിഗണിക്കണം. അതാണ് മൂസ നബി അലൈഹി സ്വലാം ഇവിടെ ചെയ്യുന്നത്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.